ഭാരതം മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകണം എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിന്ത. ഞങ്ങൾ ശ്രീമാൻ വി ഡി സതീശനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം മടിയിലിരുത്തിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടനയുണ്ട്. അവർ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് മുൻ കോൺഗ്രസിന്റെ ലീഡറും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താൽപര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെ തള്ളിപ്പറയുകയാണോ കേരളത്തിൽ? ആ ചോദ്യം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുകയാണ്. രണ്ടാമതായി, മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആശയം കേരള സമൂഹത്തിന് ജമാഅത്ത് ഇസ്ലാമി വെല്ലുവിളിയോടെ ഉയർത്തുകയാണ് എന്ന് സമസ്തയുടെ സമ്മേളനം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയ ചിന്താഗതിയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്ര സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന ഒരു സംഘടനയെ മടിയിലിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും അതിൽ തന്നെ NSSും SNDPയും KPMSും പുലയ മഹാസഭയും ഒക്കെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു വ്യാമോഹമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇത് അത്യന്തം ലജ്ജാകരമാണ് എന്ന് ബഹുമാനപ്പെട്ട വി ഡി സതീശനെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. പാർട്ടിയെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തില് പ്രത്യേകം പറയേണ്ടതില്ല. 1996 മുതൽ 2006 വരെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതാണ് CPM. എന്നാൽ CPMലെ നേതാക്കന്മാർ അത് മറന്നു, കേരളത്തിന്റെ പൊതുസമൂഹം അത് മറന്നിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറുമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച നടത്തിയത് അവരുടെ AKG സെന്ററിൽ ഇരുന്നുകൊണ്ടാണ്. അതിന് ശേഷവും നമുക്കറിയാം 2009 രാജ്യദ്രോഹ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന മദനിയുടെ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അവര് ഹുസൈൻ രണ്ടത്താണിക്ക് സീറ്റ് കൊടുത്തതും അത് കേരള സമൂഹം ചർച്ച ചെയ്തതും ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സിലബസ് കമ്മിറ്റിയിൽ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ മെമ്പർമാരുണ്ടായിരുന്നു എന്നുള്ളതും കുറ്റിപ്പുറത്ത് ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ആ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്ന മദനിയെ എണീറ്റ് നിന്നുകൊണ്ട് ഭക്ത്യാദരപൂർവം തൊഴുത് സ്വീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അവിടെ നിന്നുകൊണ്ടാണ് ചെങ്ങന്നൂരിൽ സ്വന്തം താമസമുള്ള അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ വീടുള്ള സജി ചെറിയാനും പാലക്കാടിലെ AK ബാലനുമൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തീർക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ സ്വന്തം അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടത്തെ മുസ്ലിം ജനസാമാന്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം, ഇവിടത്തെ ചെറുപ്പക്കാർ, ഇവിടത്തെ ചെറുപ്പക്കാരികൾ, ഭാവി തലമുറയിലെ മുസ്ലിം സുഹൃത്തുക്കൾ അവർ ഇന്ത്യയുടെ വികസനത്തെ നോക്കിക്കാണുകയും ആ വികസനത്തിന്റെ ഭാഗമായി തന്നെ അവർ രാജ്യ താൽപര്യം നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്.
ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്വർണ്ണക്കള്ള വിഷയം CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഹൈക്കോടതിയിൽ പോകാനല്ലേ, അതുകൊണ്ട് തിരിച്ചടിയാണുണ്ടായത്. എന്നിട്ട് വീണ്ടും ഈ ആവശ്യം നേരിടുന്ന സാഹചര്യമാണ്. കേരളത്തെ മുച്ചൂടും മുടിച്ച് കേരളത്തിലെ ആചാര സംരക്ഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് ഏതൊരു വ്യക്തിക്കും അവരുടെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ SITയുടെ അന്വേഷണം ഫ്രീസറിൽ വെച്ച ഒരു സമയമായിട്ടും ഇതിനെയെല്ലാം വളരെ വ്യക്തതയോടുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ടാകും ഇനിയും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിക്കാത്തത്, ഈ തൊണ്ടി മുതലുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കളവ് ചെയ്തിട്ടുള്ള വസ്തുവകകൾ രാജ്യം വിട്ടു പോയിരിക്കാം എന്ന് വരെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യവും, എന്നാൽ പ്രസ്തുത സംഭവം നടക്കുമ്പോൾ ആരായിരുന്നുവോ ദേവസ്വം വകുപ്പ് മന്ത്രി, ആ ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്ക് ചോദ്യങ്ങൾ എത്താത്തതും, ആഭ്യന്തര വകുപ്പിന്റെ, അതായത് വിഖ്യാതമായ ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ ഇഷ്ടത്തിന് ക്യാമറകൾ ഉണ്ടായിട്ടും അവിടെയൊന്നും ഇത് മനസ്സിലായില്ല എന്നുള്ളതും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നു എന്നുള്ളതും കോടതിക്ക് ഇത്തരുണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജനാധിപത്യത്തിന്റെ അവസാന വാക്കുകളിൽ ഒന്നായിട്ടുള്ള സുപ്രീം കോടതിയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുക എന്നുള്ളത് ഒരു പൗരനെ സംബന്ധിച്ച്, ഒരു പൊതുപ്രവർത്തകയെ സംബന്ധിച്ച് അത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ജഡ്ജ്മെന്റ് ഇറക്കുമ്പോൾ FCTയുടെ അന്വേഷണവും അതിൽ ഉദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റി എല്ലാം തന്നെ കോടതി 100% വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ കോടതിക്ക് അതുകൊണ്ട് തന്നെ അതില് മറ്റൊരു ഏജൻസി അന്വേഷണം ആവശ്യമില്ല എന്നുള്ള നിലപാടാണ്. അപ്പോൾ അന്വേഷണം ശരിയായ രീതിയിലാണ് കോടതി അല്ലെങ്കിൽ അതിന് സമയമെടുക്കും എന്നുള്ളത് തന്നെ അതിനെ കാരണം ഒരു വൈഡായിട്ടുള്ളൊരു അന്വേഷണം പോയതുണ്ട്. അതുകൊണ്ടാണ് ഈ സമയം പോലും ജയിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും കോടതി കേസന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു വാക്കും നമ്മുടെ മുൻപാകെ പുറത്തു വന്നിട്ടില്ല. കേസന്വേഷണം തുടരുകയാണ്. പല ആളുകളുടെ മൊഴികളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചില മൊഴികളെല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല, ഇത് തമിഴ്നാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല, ഇത് ആന്ധ്രയിലോ തെലങ്കാനയിലോ നിൽക്കുന്ന ഒരു കേസല്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിലെ അതിപ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോലും ഇവിടത്തെ ഈ കൾപ്രിറ്റ് എന്ന് പൊതുസമൂഹം കണ്ടെത്തിയിട്ടുള്ള, പൊതുസമൂഹം ബോധ്യപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തെ എത്തിക്കാൻ MP-മാർ വരെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഒരു കേസാണ്. അത് തീർച്ചയായിട്ടും വ്യക്തതയോടുകൂടിയിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. CBI ഈ കേസ് ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്. അല്ല, BJPയുടെ അടുത്ത മാർഗം ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകുന്നത് വരെ മാത്രമേ കള്ളന്മാർ പുറത്ത് വിഹരിക്കൂ എന്നുള്ളതാണ്. അത് ഭാവിയിൽ സംഭവിക്കും. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന നടത്തുന്ന ഫീലുകളുണ്ട്, അല്ലെങ്കിൽ അത്തരം പ്രമേയങ്ങളുണ്ട് അതിനകത്തുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ കേരളത്തിലാണെങ്കിൽ അതിനൊരു സാഹചര്യമില്ല. ഇപ്പോ ഗോവയാണെങ്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ BJP എത്തുന്ന സ്റ്റേറ്റുകളിലാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു അടിസ്ഥാനരഹിതമായ വിഷയമല്ലേ ഇതിലൂടെ വരുന്നത്? അല്ല, ഇത് ആ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ ആ സിനിമയുടെ തിരക്കഥാകൃത്തോ അതല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ വെച്ചിട്ടില്ല. നമ്മളിപ്പോ ആകെ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമ മുഴുവൻ കാണാതെ
ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മെസ്സേജ് നമ്മൾ ഇതിന് മറുപടി പോലും പറയുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ട് ഈ വിഷയത്തിൽ. ഈ പറയുന്ന ദ്വീപ് അല്ല, എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞാൻ കാണാത്ത, അതായത് ഞാൻ പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച്, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ ആ സിനിമയെ കുറിച്ച് എനിക്ക് അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിൽ കുറച്ച് ദിവസം കൂടി വേണം എന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്നാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായം. കേരളത്തെ കുറിച്ച് മാത്രമല്ല ഇന്ത്യയിൽ നടന്ന സംഭവം പറഞ്ഞാണ് പരിസ്ഥിതി പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ മാത്രം. പക്ഷെ എന്നാലും ആ സിനിമയ്ക്ക് കേരള ഫൈൽസ് പേര് കൊടുക്കാൻ അതിലൊരു ദുരുദ്ദേശം കാണുന്നു. അങ്ങനെ ഒരു സിനിമയ്ക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ചർച്ചകൾ നടത്തിയിട്ടുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അതിനെ തർക്കം വെക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രവുമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പഞ്ചതത്വങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാവാത്മക മതേതരത്വം എന്നുള്ള പോയിന്റാണ്. ആ ഭാവാത്മക മതേതരത്വത്തോടു കൂടി ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ കമന്റിൽ നിന്ന് പോലും പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണം എന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അറിയാത്ത, കാണാത്ത ഒരു വസ്തുതയെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഒട്ടേറെ പെൺകുട്ടികൾ പല കേന്ദ്രങ്ങളിലും അവരെ രഹസ്യ അറകളിൽ അടച്ചതിനു ശേഷം ആ പെൺകുട്ടികൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്നിട്ടുള്ള പെൺകുട്ടികളുടെ അവര് ഒരുമിച്ച് കൂടിയിരിക്കുകയും അവർ അവരുടേതായിട്ടുള്ള, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവർ ഇന്ന് കേരളത്തിലുണ്ട്. ഞാനല്ല അത് പറയേണ്ടത്, അത് നിങ്ങളാണ് പറയേണ്ടത്. ഈ സിനിമ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ എന്റെ ആൻസർ എന്ന് പറയുന്നത് ആ സിനിമ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയൂ. ഒരു പത്രസമ്മേളനം, ഞാൻ ഉദാഹരണം പറയാം, ഒരു പത്രസമ്മേളനം ഞാൻ നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ ഞാൻ പറയുന്ന വിഷയങ്ങളിലെ ഗൗരവതരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചോദ്യമോ ഒരു ഉത്തരമോ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപാകെ എത്തിക്കണം എന്നുള്ള അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പത്രസമ്മേളനവുമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പൂട്ടിക്കെട്ടിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചും താപ്പറിനെ പോലെയുള്ള ഒരു വലിയ നിരവധി ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മുതലാളിയാണ് മിസ്റ്റർ താപ്പർ. ആ താപ്പർ കേരളത്തിൽ വന്നതും ഇവിടെ വലിയ ഒരു കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അനുഭവിച്ച വിഷയങ്ങളും മഹാരാഷ്ട്രയിലെ വ്യാപാരി വ്യവസായികൾക്കിടയിൽ അദ്ദേഹം ചർച്ച നടത്തിയതിന്റെ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് അത് ഞാൻ വിവരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ കമ്പനിയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഞാൻ നൽകി. ഒരു ആശാപുര എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി അവരുടെ യഥാർത്ഥ ഓണർ ഗുജറാത്തിലാണ്. അവർ കേരളത്തില് കഴക്കൂട്ടത്ത് 10 ഏക്കർ സ്ഥലത്ത് അവർ വലിയ ഒരു പ്രൊജക്ട് തയ്യാറാക്കി. ഇന്ന് അവിടെ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്. ആ 10 ഏക്കർ സ്ഥലത്ത് അവിടെ ഒരു രീതിയിലും തെറ്റ് ചെയ്യാത്ത കുറെ ചെറുപ്പക്കാരെ ആ കമ്പനിക്കെതിരെ സംഘടിപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ആ കമ്പനി പൂട്ടിച്ചു. അങ്ങനെ ഒരു 12-15ഓളം വരുന്ന കമ്പനികൾ കേരളത്തിൽ പൂട്ടിയതും അതിന്റെ ചരിത്രവും നമുക്ക് എത്ര തൊഴിൽ കിട്ടുമായിരുന്നു എന്നതിനെക്കുറിച്ചും, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കേണ്ട KSIDC, കരിമണൽ കർത്ത കല്യാണം കഴിച്ച കമ്പനിയാണ് KSIDC. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. ആ KSIDCയെ കുറിച്ചും അതുപോലെ തന്നെ സിഡ്കോയെ കുറിച്ചും ഇവിടെ വ്യവസായ നിക്ഷേപത്തിന് ആഗ്രഹമുള്ളവരെ നോക്കിക്കാണുന്ന മരിച്ചുപോയിട്ടുള്ള വ്യവസായ ശൃംഖലകളാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞ് കൃത്യമായി ഒരു 10-25 പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി. എന്നാൽ ആ പത്രസമ്മേളനത്തിനൊടുവിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത എല്ലാ പ്രസംഗങ്ങളും കാണാനുള്ള ഒരു സമയമുള്ള ഒരാളല്ല ഞാൻ. അതല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ ഏറെ സമയം എനിക്ക് ചെലവഴിക്കാൻ സമയമില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു
ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നത്. എനിക്ക് സന്തോഷം. ചില കാര്യങ്ങളൊക്കെ ആ ബ്രേക്കിംഗ് ന്യൂസിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ കൂടുതൽ ഗൗരവതരമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയണം എന്ന് ഉള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് എനിക്ക് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ നൽകിയത് എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരം കേരളത്തിന്റെ കേന്ദ്രമായതുകൊണ്ടും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ എല്ലാ ജില്ലകളെക്കാൾ കൂടുതൽ ഞാൻ പറയുകയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറെ കൂടുതലുള്ള ഒരു ജില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ എന്നെ ഇനി തെറ്റിപ്പിക്കരുത്. തൃശ്ശൂരിലെ മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ്, പാലക്കാടുള്ളവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദയവ് ചെയ്ത് എൻ്റെ ഈ പത്രസമ്മേളനത്തിലെ വിഷയം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. 2, ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട വിഷയമാണ്. 3ാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടേണ്ട ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു വസ്തുതയാണ്. സിനിമയെക്കുറിച്ചുള്ള ഒരു ചോദ്യം അടുത്ത പത്രസമ്മേളനത്തിൽ ചോദിക്കാം. അപ്പൊ ഞാൻ മറുപടി പറയും എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ.